സംസ്ഥാന യുവജന കമ്മീഷൻ നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ശേഷം ഇന്നിവിടെ ക്യാമ്പസിൽ വന്ന് നേരിട്ട് വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും മൊഴി രേഖപ്പെടുത്താമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ നിതിൻ രാജിൻ്റെ ക്ലാസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബാച്ച് നിലവിൽ അവധിയാണ്. ഒരു 16-ാം തീയതി മാത്രമേ ക്യാമ്പസിലേക്ക് വരികയുള്ളൂ. പ്രിൻസിപ്പലിനോടും അതോടൊപ്പം തന്നെ യൂണിയൻ ഭാരവാഹികളെയും മറ്റ് വിദ്യാർത്ഥികളെയും കമ്മീഷൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്തൊന്നും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ചില കാര്യങ്ങൾ യുവജന കമ്മീഷൻ ഗൗരവമേറിയ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികളെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബാച്ചിൻ്റെയും മൊഴി കൂടി രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ യുവജന കമ്മീഷന് പൂർണ്ണമായും കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എന്നാൽ മറ്റ് വിദ്യാർത്ഥികളാണ്. ഇപ്പം ഞങ്ങൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായുമ്പോൾ കുറച്ചുകൂടി ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയുമായി നേരിട്ട് മറ്റ് ബന്ധമില്ലാത്ത ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയാണ്. ഞങ്ങൾ ഈ ആരോപണം നേരിട്ട ചില വ്യക്തികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഈ അധ്യാപകൻ ഇതിനു മുന്നേ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. അത് വിദ്യാർത്ഥികളെ വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, കറുത്തവർ, വെളുത്തവർ എന്നൊക്കെയാണ് വിളിക്കുക. വൈറ്റ് കോക്രോച്ച്, ബ്ലാക്ക് കോക്രോച്ച്, ഫാറ്റി, അല്പം മെലിഞ്ഞ കുട്ടിയെ നോക്കി ക്യാൻസർ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ബോഡി ഷെയ്മിങ് നടത്തുന്ന ഒരു രീതി ഈ അധ്യാപനം സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഇയാളെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. വീണ്ടും തിരിച്ചെടുത്ത് അദ്ദേഹം തന്നെയാണ് ഇപ്പം അനാട്ടമി എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ അനാട്ടമിയുടെ HOD ഇപ്പം നിലനിൽക്കുന്നത്. അത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അദ്ദേഹം അതൊരു തിരുത്തൽ വരുത്തിയിട്ടില്ല. മറ്റ് വിദ്യാർത്ഥികൾ പറഞ്ഞ മറ്റു പല കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് ചില അധ്യാപകരെ സംബന്ധിച്ചും ചില ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ച് ചില ആരോപണങ്ങളുണ്ട്. ആരോപണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെ ഗൗരവമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അതിപ്പോൾ ക്ലാസ് മുറിയിൽ വന്നാൽ പോലും അറ്റൻഡൻസ് കൊടുക്കില്ല. ഏതെങ്കിലും ഒരു നോട്ട് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ 10 ദിവസത്തെ അറ്റൻഡൻസ് കളയും. അങ്ങനെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാക്കുക ബോധപൂർവ്വം. ക്ലാസ്സിൽ വരുന്നവരെ 80% അറ്റൻഡൻസ് ആക്കില്ല. പൊതുവിൽ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ക്യാമ്പസിൽ നിലവിൽ മൊഴിയുന്ന വിദ്യാർത്ഥികൾ ഗൗരവമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുവജന കമ്മീഷനെ സംബന്ധിച്ച് ഒന്നുകൂടി 16-ാം തീയതി ഒന്നുകൂടി വന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് പൂർണ്ണമായും മറ്റ് അധ്യാപകരിൽ നിന്ന് കൂടി മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഗുരുതരമായ ചില വീഴ്ച ക്യാമ്പസിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും 2 ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ഭാഗത്തും ഉണ്ടായി എന്ന ബോധ്യമുണ്ട്. അത് നിതിൻ രാജിൻ്റെ ആത്മഹത്യാ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇവിടെ നിലവിൽ സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ലഭിച്ച ചില വിവരങ്ങൾ. എന്നാൽ അവരെ സംബന്ധിച്ച് പലപ്പോഴും ഇതാരെ സമീപിക്കണം എന്നറിയില്ല. കാരണം സ്വാശ്രയ കോളേജാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ പ്രതികരണം പിന്നീട് അവരുടെ ഒരു 6 മാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇത്തരം കാരണങ്ങൾ പലപ്പോഴും ചില വിദ്യാർത്ഥികളോട് 15,000 രൂപയുടെ പോലും പുസ്തകങ്ങൾ വാങ്ങിപ്പിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ചില ഫൈൻ കുട്ടിയുടെ പിന്നെ ചില കുട്ടികൾ സാമ്പത്തിക സ്ഥിതി അവിടെ അന്വേഷിക്കും. രക്ഷിതാക്കളുടെ സാമ്പത്തിക അന്വേഷിക്കുക, അതിനനുസരിച്ച് പെരുമാറുക. ഇത്തരം ചില രീതി ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ മൊഴി തന്നെയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗൗരവമേറിയ വിഷയം ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ വിദ്യാർത്ഥികൾ പറയുന്നത് സ്റ്റാഫ് റാഗിംഗ് നടക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടേം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. സ്റ്റാഫ് റാഗിംഗ് അത് ഞങ്ങളോടും ആവർത്തിച്ചു. സ്റ്റാഫ് റാഗിങ് ഇവിടെ ഉണ്ട്. അതിൽ സ്റ്റാഫ് റാഗിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചില വിഷയങ്ങളിൽ ഹരാസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ ഹരാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പരസ്യമായി മറ്റു കുട്ടികളെ മുന്നിൽ നിന്ന് ഒരു ടീമായിരിക്കുമ്പോഴും ക്ലാസ് മുറിയിലും വെച്ച് പരസ്യമായി തന്നെ അപമാനിക്കാൻ വേണ്ടി ചിലർക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരിപ്പോൾ സസ്പെൻഡ് ചെയ്ത് വീണ്ടും തിരിച്ചു വന്നാൽ അതിനേക്കാൾ ഭീകരമായി കയറും. ഏതെങ്കിലും ഒരു കുട്ടിയെ ഈ അപമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതെങ്കിൽ അത് 2 സസ്പെൻഡ് തിരിച്ചു വന്നാൽ വീണ്ടും ഭീകരമായി കയറും. അപ്പോൾ ഒരു നിയന്ത്രണവുമില്ല. അതിനിടയിൽ ഏതോ ഒരു അധ്യാപകനെ ഡിസ്മിസ് ചെയ്തു പറയുന്നത്. അപ്പോൾ ഇത്തരം സമയം ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിൻ്റെ കൂടി തുടർച്ചയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ചുകൂടി പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും.